ഹായ് ഹലോ. അപ്പോൾ നമ്മളുടെ എയർ ഫ്രെയിം വീടിൻ്റെ ഏകദേശം പണികൾ കാര്യങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ഇന്നലെ തീർന്നു കേട്ടോ. ഇത് ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ ടൈൽസിൻ്റെ പരിപാടി, ടൈൽസ് ഒട്ടിക്കൽ, കട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർന്നു. ഇനി എപ്പോക്സിയുടെ ഇട്ടാൽ മതി. അത് ഏറ്റവും ഫൈനൽ. നമ്മൾ ജസ്റ്റ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം തീർന്നിട്ട് നമ്മൾ എപ്പോക്സിയുടെ പരിപാടിയോടെ തീർക്കുന്നുള്ളൂ. ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ചപ്പൽ നിക്കാൽക്ക് അന്തരേഖ ഇതാ നമ്മളുടെ ജേട്ടൻ ലാസ്റ്റ് ഫിനിഷിങ് വർക്കിൽ നമ്മളുടെ ഉത്തരത്തിൻ്റെ മുകളിലല്ല കേട്ടോ, ഉത്തരം ഇരിക്കുന്ന ആ പോർഷനിൽ ഇതിപ്പോൾ ബാലൻസ് വന്നൊരു ഗ്രാനൈറ്റിൻ്റെ പീസാണ്, അത് അവിടെ ഇട്ടുണ്ട്. അതേമാതിരി ഇതല്ലേ വിൻഡോസിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം ബാലൻസ് വന്നിരിക്കുന്ന ടൈലുകൾ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ടൈലിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. പിന്നെ വേറെ ബാലൻസ് വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ റൂമിൻ്റെ ഇവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂമിൽ ലൂക്കർ എന്ന് പറയുന്ന കമ്പനിയുടെ BLTC ഫാന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പൈപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, കാരണം പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ മുട്ടും. അതുകൊണ്ട് പൈപ്പ് ഇട്ടില്ല. പൈപ്പ് ഇടാൻ ഡയറക്റ്റ് തന്നെ ക്ലാമ്പ് ചെയ്ത് കൊടുത്തു. ഭയങ്കര ഷെയ്ക്കിങ് ഉണ്ട്, അത് മാറ്റാം. പിന്നെ സ്റ്റെയറിൻ്റെ ചോട്ടിൽ നമ്മൾ പാനൽ ഷീറ്റ് ചെയ്തു. ഇനി ഫാബ്രിക്കേഷൻ വർക്ക് നമ്മളുടെ ഇത് ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഷെൽഫ് ഉണ്ടാക്കണം. പിന്നെ നമ്മളുടെ TV യൂണിറ്റ് ചെയ്യണം. അതിനുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നാളത്തേക്ക് മേടിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ബാത്റൂമിൽ ടവൽ റാഡ്, പിന്നെ പൈപ്പുകൾ കാര്യങ്ങൾ, ടോയ്ലറ്റ്, ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം സകലതും പിടിപ്പിച്ചു കേട്ടോ. ഷവറിൻ്റെ ലിവർ, ഷവർ, 2 LED, RRൻ്റെ ഒരു 6 ഇഞ്ച് എക്സോസ്റ്റ് ഫാന്, അങ്ങനെ ബാത്റൂമിലെ പരിപാടികളെല്ലാം തീർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ മെയിൻ കിച്ചണിൽ ഇന്നിപ്പോൾ നമ്മുടെ ജേട്ടൻ്റെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ലാബ് ഇട്ട് ഫുള്ള് പോളിഷ് ചെയ്തു. പിന്നെ അതാ ഇതിൻ്റെ അടിയിലൊരു തട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കിച്ചണിലേക്ക് ഇതാ ടാപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പിന്നെ ആദ്യം കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ക്ലോസ് ചെയ്ത് ടാപ്പ് വെച്ചു. പിന്നെ അടിയിൽ ഒരു തട്ടുണ്ടാക്കി കേട്ടോ. ഈ തട്ട് എന്താണ്, നമ്മൾ സ്ക്രാപ്പ് മെറ്റീരിയൽസ്, അതായത് യൂസ് ചെയ്ത പൈപ്പുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷീറ്റ് പുതിയ ഷീറ്റാണ്. ഇനി ഇത് ഡോറും കൂടെ വന്നു കഴിയുമ്പോൾ വൃത്തിയാക്കണം. ഡോർ എന്തായാലും പെട്ടെന്ന് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഫുള്ള് വാളിൽ ടൈലൊട്ടിച്ചു. അങ്ങനെ ഈ ഭാഗം, കിച്ചണിൻ്റെ ഈ ഭാഗം ഫിനിഷായി. നമ്മൾ 2 പൈപ്പുണ്ട്. 2 പൈപ്പിൽ ഒന്ന് മോട്ടർ ഇടുമ്പോൾ ഡയറക്റ്റ് വെള്ളം ഇവിടേക്ക് വരാനും, പിന്നെ ഉള്ളത് ടാങ്കിൽ നിന്ന് വരുന്നുള്ളൂ. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് ടാങ്കിൽ വരുന്നതുകൊണ്ട് ഇത് വാട്ടർ ടാങ്കിൻ്റെ പൈപ്പാണ് കേട്ടോ, ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലോക്കൽ ചാത്തൻ കമ്പനിയാണ്, കമ്പനിയുടെ പേരറിയില്ല, അത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതെടുത്തതാണ്. ഇനി ഈ പാർട്ടീഷൻ വന്ന് നമ്മൾ പുറകുവശത്ത് ഷീറ്റിട്ട് കവർ ചെയ്യാണ്ട്. പിന്നെ വേറെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ മുകളിൽ വേറെ ഇപ്പം എന്താ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് മണ്ണൊന്നും നേരെ താഴേക്ക് വരും, സ്ലോപ്പായിട്ടേക്ക് പോകും. ഇതിൻ്റെ ഉള്ളിൽ എന്താ പ്രത്യേകിച്ച് മാറ്റം വന്നിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഒരു പുതിയ ബോക്സ് വീണ്ടും ഇറക്കിട്ടോ. ബാത്റൂമിലേക്കുള്ള ലൈറ്റ് ഇവിടെ നിന്നാക്കി. ബാത്റൂം ഇതിൻ്റെ സീലിങ് ചെയ്തു കേട്ടോ. ഒരു സിംഗിൾ ലൈറ്റ് മാത്രമായിട്ട് അങ്ങോട്ട് കൊടുത്ത് ഇതങ്ങോട്ട് സെറ്റ് ചെയ്തു. ഇതിനകത്തും പൈപ്പ് കാര്യങ്ങൾ, സോപ്പ് ഡിഷ് അങ്ങനെയുള്ളതെല്ലാം സെറ്റ് ചെയ്തു. ഇതിനകത്ത് ക്ലോസറ്റ് വെച്ചിട്ടില്ല കേട്ടോ. വെറുതെ കുറേ ക്ലോസറ്റ് വെച്ചിട്ട് കാര്യമില്ല. തൂറാൻ ആളുണ്ടെങ്കിലല്ലേ ക്ലോസറ്റ് വെക്കേണ്ടുള്ളൂ. അതായത് ആളെണ്ണം കൂടുതലുണ്ടെങ്കിലല്ലേ കുറേ ക്ലോസറ്റിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ അപ്പോൾ ഇത് അങ്ങനെ. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലേക്കുള്ളതിലേക്ക് ചെറിയൊരു മാറ്റം, ഒന്ന് ഡോർ ഫിറ്റ് ചെയ്തു. നല്ല
ഫാബ്രിക്കേഷൻ ഡോർ തന്നെ ഫിറ്റ് ചെയ്തു. പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്തു. ഞാൻ ഇങ്ങോട്ട് പോയത് ലൈറ്റ് ഇടാൻ വേണ്ടി പോയത്. കാരണം ആദ്യം ഇവിടെ ആയിരുന്നു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നത്. ആ സ്വിച്ച് ബോർഡ് നമ്മൾ മാറ്റി നേരെ ഇപ്പുറത്തേക്കിടെ ആക്കി കേട്ടോ. അല്ലേ, ഇവിടേക്ക് ആക്കി. കാരണം നമുക്ക് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലേക്ക് കയറി വരുമ്പോൾ വലതുവശത്ത് സ്വിച്ച് ആക്കി. പിന്നെ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഫാനിൻ്റെ പ്ലഗ് അവിടെ കൊടുത്ത് വാൾ ഫാൻ ഇവിടെ കൊടുത്തതിൽ അത് സെറ്റാവും. പിന്നെ ഇത് തന്നെ ആദ്യം കണ്ടല്ലോ നമ്മളുടെ കബോർഡ്. പിന്നെ ഈ സൈഡ് ഗ്ലാസ് ഒട്ടിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇനി അപ്പുറത്തും ക്ലോസ് ചെയ്യണം. പിന്നെ ഫ്ലോറുകളെല്ലാം മൊത്തം ക്ലീൻ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മളുടെ വർക്കുകൾ കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഡോറ് എന്താ വളരെ ചെറിയ ഡോറും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മളുടെ എന്നാ പറയുക, ജസ്റ്റ് പേരിൻ്റെ ഒരു ഡോറ് അത്രേ ഉള്ളൂ ഇത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മളുടെ വർക്കുകൾ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി ഈ ഒരു പോർഷൻ മാത്രമാണ് ക്ലീൻ ചെയ്യാനുള്ളൂ. ഇവിടെ പിന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ചുമരൽക്കടയൊക്കെ പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ചുമരിൻ്റെ മുകളിലുള്ള ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പെയിൻ്റ് അടിക്കാതെ ഇരുന്നത് കേട്ടോ. കാരണം ഇനി പ്രൈമർ മേടിച്ചിട്ട് ചുമരിൽക്കട ഫുള്ള് പ്രൈമർ അടിക്കണം. പിന്നെ നാളെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ അടിക്കണം. നല്ലതാണ്, ഒന്ന് ലെവലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എഫ്രൈം വീടിൻ്റെ വർക്ക് ഏകദേശമൊക്കെ കഴിയും. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? അപ്പോൾ ഇതുവരെ നമുക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് വലിയ ചെലവെന്ന് പറയാൻ ഇല്ല. ഏകദേശമൊക്കെ ചെലവുകളൊക്കെ തീർന്നിരിക്കുന്നു. ചെലവാക്കാനുള്ളതും തീർന്നിരിക്കുന്നു. ഇനി മെയിനായിട്ട് നമുക്ക് ചെലവ് നമ്മളുടെ ഈ പുറകിൽ കാണുന്ന TV യൂണിറ്റാണ്. കാരണം അതുകൂടെ നമ്മൾ സ്പേസ് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടും കുറേ കാലത്ത് ആഗ്രഹമുണ്ട്. നമ്മളുടെ ഇപ്പം നിലവിലുള്ള വീട്ടിൽ നമ്മൾ TV യൂണിറ്റ് ചെയ്യണമെന്ന് പപ്പ ഒരുപാട് നാളായി പറയുന്നു. അപ്പോൾ എന്തായാലും അത് ഇവിടെ നമ്മളങ്ങോട്ട് സാക്ഷാത്കാരമാക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി വേറെ പ്ലംബിങ്ങും വയറിങ്ങും ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. ഇനി നമ്മളുടെ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. അത് മോട്ടർ ഇപ്പോൾ നിലവിൽ കോറിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കോറിയിലായതുകൊണ്ട് മറ്റേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല മോട്ടർ. വീടിൻ്റെ ബാക്ക് സൈഡ് അധികം വീഡിയോസിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ബാക്ക് സൈഡ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കോറിയിൽ നിന്ന് മോട്ടർ എടുത്തിട്ട് നമ്മുടെ കിണറ്റിലേക്ക് വെച്ചിട്ട് വേണം മോട്ടറിൻ്റെ സപ്ലൈ കൊടുക്കാൻ. അതേപോലെ മീറ്റർ മാറ്റി വയ്ക്കാൻ ഇതുവരെ KCB നിന്ന് ആരും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഇതാണല്ലോ പുതിയ നമ്മളുടെ സ്വന്തം പോസ്റ്റ്, നമ്മളുടെ സ്വന്തം ലൈന്. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ബാക്ക് വ്യൂ. ഇതങ്ങനെയുണ്ട്? നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാശിലുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. കാരണം ഏകദേശം നമ്മളുടെ കത്തിക്കലെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായാലും അധികം വൈകാതെ തന്നെ ഈസ്റ്റർ കഴിഞ്ഞാൽ കയറിക്കൂടും എന്ന് വിചാരിക്കല്ല, ഈസ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ആ രീതിക്കാണ് ഇപ്പോൾ നമ്മളുടെ പണികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആവട്ടെ. നമ്മളുടെ ഈ ചെറിയ ചിലവെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ 10 ലക്ഷം രൂപ ചിലവായി. 7 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് നമ്മൾ തുടങ്ങിയ വീടാണ് ഇപ്പോൾ 10 ലക്ഷം രൂപയായിട്ട് ഇരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഞാൻ ഇപ്പോഴും പറയാം, 7 ലക്ഷം രൂപ ബഡ്ജറ്റ് ഞാൻ ആദ്യം പറയുമ്പോൾ ഈ കട്ട കെട്ടാനുള്ള പ്ലാനൊന്നും എനിക്കില്ലായിരുന്നു. അതേപോലെ ഈ ഷീറ്റ് മറ്റേ നിലം വരെ ഇടാമെന്നുള്ളൊരു മൈൻഡ്. 4 അടിക്കായിരുന്നു
ഞാൻ ഇതായില്ല, ഈ 2 സൈഡും 4 അടി പൊക്കാന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇരുന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് പോയി. വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 5 അടിക്ക് കട്ട് ചെയ്ത് സംഭവം പില്ലർ ഫുള്ള് സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇനി മാറ്റണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടൊക്കെയാണ് നമ്മളുടെ ചിലവ് കൂടിയത്. എന്നാലും നമ്മളൊരു 7.5 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 7.5 ലക്ഷം എന്നുള്ളത് ഇപ്പോൾ 10 ലക്ഷം ആയിട്ടുണ്ട്. പക്ഷേ ഈ 10 ലക്ഷത്തിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് എന്താണ് വേറെ രീതിക്കുള്ള പേയ്മെൻറ്റുകൾ, എല്ലാ വീഡിയോസിലും ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളുടെ കിണറിൻ്റെ വർക്കിന് 10-26,000 രൂപ ആയിട്ടുണ്ട്. KSEBക്ക് 27,000 രൂപ KSEBക്ക് ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുമ്പിലെ പാറ പൊട്ടിക്കാൻ വേണ്ടി 20,000 രൂപ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ JCBയുടെ വർക്കിന് 20,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇതേപോലെ ചിലവ് വരും എന്ന് വിചാരിക്കുന്നില്ല. പിന്നെ നമ്മളുടെ തറപ്പണിയിലാണ് നമുക്ക് കുറച്ച് ക്യാഷ് എന്താണ് അധികമായിട്ട് ഇറങ്ങിയത് കേട്ടോ. കാരണം തറപ്പണി നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. പില്ലർ വാട്ടർ ലെവലല്ലായിരുന്നു. പില്ലർ വാട്ടർ ലെവലല്ലാത്തത് കൊണ്ട് പില്ലറിന് മുകളിലേക്ക് നമ്മൾ ഫൗണ്ടേഷൻ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി പൊങ്ങിപ്പോയി. ഈ വാട്ടർ ലെവൽ അല്ലാത്തതുകൊണ്ടും പില്ലറിൻ്റെ മുകളിലേക്ക് വെച്ച് വാട്ടർ ലെവലിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി ഹൈറ്റ് കൂടി. അപ്പോൾ ആ ഹൈറ്റ് വരെ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് എത്തേണ്ടി വന്നു. അത് ഏകദേശം ഒരു 5 ഇഞ്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ഒരു അധിക ചിലവായിട്ട് വന്നത്. പിന്നെ നമ്മൾ കോറിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അന്ന് മോട്ടർ വാങ്ങി. മോട്ടറിന് 7,000 രൂപ ചിലവ് വന്നു. കോറിയിൽ നിന്ന് നമ്മളുടെ ഈ വീട്ടിലേക്ക് 100 മീറ്റർ ഉണ്ട്. 100 മീറ്റർ പൈപ്പ് മേടിച്ചത് 3 ലെങ്ത്ത് പൈപ്പ് മേടിച്ചിട്ടുണ്ട്. 3 ലെങ്ത്ത് പൈപ്പിന് ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് മുകളിൽ വന്നിട്ടുണ്ട്. ഈ അതേപോലെ 100 മീറ്റർ സർവീസ് വയർ മേടിച്ചിട്ടുണ്ട്. ആ സർവീസ് വയർ മേടിച്ചതിന് 10,000-3,000 രൂപ അതങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ മറ്റൊരാൾ ഇപ്പോൾ എ ഫ്രെയിം ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു എ ഫ്രെയിം ചെയ്യാൻ ഏകദേശം നമുക്കൊരു 8 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പണി മൊത്തം തീർത്ത് അടിപൊളിയൊരു എ ഫ്രെയിം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത പണിയും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തൊക്കെ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും നമ്മളുടെ ഈ വീട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്തുള്ള ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്തിനൊക്കെ എത്ര രൂപയൊക്കെ ചിലവായി എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വരും വീഡിയോകളിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.